അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മുടെ കാവശ്ശേരി യാത്ര തുടങ്ങുന്നത്. അതായത് പകൽ പൂരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പൂരത്തിന് പോവുകയാണ്. പകൽ പൂരം കാണാൻ 3 ആൾക്കാരുണ്ട്. നന്ദു, ആദർശ്, പിന്നെ ഞാൻ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ള വ്യൂസ് കാണിച്ചു തരാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നത് 3 മണിക്കാണ് ട്രെയിന്. വണ്ടി വെച്ചിരിക്കുന്നത്. ഇനി കാപ്പി കുടിച്ചിട്ട് എന്നാ പോയി ചാടിക്കുക. അങ്ങനെ നടന്നു പോണ് 3 ആൾക്കാർ യാത്രയിൽ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഒപ്പിങ് എടുത്താലോ ആരോ ഒന്ന് ഉറങ്ങേണ്ടിയിരുന്നു കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ 3 പേർക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. ഒരാൾക്ക് 80 രൂപ വെച്ചിട്ട് 240 രൂപ നമുക്ക് ആയിട്ടുണ്ട് ടിക്കറ്റിന്. പിന്നെ നമ്മൾ കോഴിക്കോടിൻ്റെ ബോർഡിൻ്റെ അടുത്തൊക്കെ പോയി നിന്നങ്ങായിട്ട് നമ്മൾ കുറേ നേരം അങ്ങനെ നിന്ന സമയത്ത് അറിയുന്നെങ്കിൽ കാവശ്ശേരിക്ക് ഒരു കൂട്ടം ആൾക്കാർ തന്നെ പോകണ്ടായിരുന്നു. പിന്നെ ഇരുന്ന ഇരിപ്പിൽ അവിടെ ഇരിക്കുമ്പോൾ കൊതുക് വന്നിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയില്ല എന്നുള്ളതേ ഉള്ളൂ. അത്രയും കൊതുക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ യാത്രയിൽ നോക്കുകയാണെങ്കിൽ ട്രെയിനിൽ നിറച്ചും ആൾക്കാരായിരുന്നു. പിന്നെ ഒരു ചെറിയ പയ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ. എനിക്ക് തോന്നുന്നു കാവശ്ശേരി അവിടേക്ക് എന്തോ കച്ചവടം ചെയ്യാൻ വന്നൊരു ഫാമിലി അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നിയത്. ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ അവരെ കണ്ടിരുന്നു, പക്ഷേ ഉത്സവത്തിൻ്റെ സ്ഥലത്ത് അവിടെ ഞാൻ കണ്ടില്ല. പക്ഷെ അത്രയും ക്രൗഡ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെ കാണാൻ പറ്റിയില്ല. അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് കൊടുക്കാനൊക്കെ നന്ദു സഹായിച്ച് കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി പോകുന്ന നേരം ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകണൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ട് പോണ പോക്കിൽ നന്ദു പറഞ്ഞ് നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെയും കിടന്നുറങ്ങാം. എന്നിട്ട് 2 പേര് നിലത്ത് കിടന്നുറങ്ങുന്നതും കാണിച്ച് മനസ്സ് വേണമെന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങനെ നടന്നു പോയി 3 മണിക്ക് അവിടെ എത്തിയതിന് ശേഷം 3 മണിക്ക് ട്രെയിൻ കയറിയിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ. പിന്നെ അവിടെ ഇറങ്ങി നേരെ പുറത്തിറങ്ങി ഒരു കറക്റ്റ് 6:08 അവിടെ എത്തി. പുറത്തിറങ്ങിയിട്ട് ഒരു ചെറിയ ചായ കുടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഹോട്ടലിൽ കയറി ഒരു വെള്ളപ്പവും മുട്ടക്കറിയും കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര പിന്നെയും തുടങ്ങി. ബസ്സിലായിരുന്നു യാത്ര ഉണ്ടായിരുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ബസ്സിൽ നമ്മൾ വേറൊരു നാട്ടിൽ പോയിട്ട് യാത്ര ചെയ്യുന്നത്. നൈസ് വൈബായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് 2 ബസ്സാണ് മാറി കയറാനുണ്ടായിരുന്നത്. ബസ്സുകളെല്ലാം മാറി മാറി കയറി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പോട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ അവിടെ നിന്ന് ഒരാളും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് വീഡിയോകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ക്ഷീണമുണ്ട് ബസ്സിലേക്ക് കയറിയിരിക്കുന്ന. ഈ തിരക്കാണ് അവിടേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത്. തിരക്ക് പറഞ്ഞെങ്കിൽ ഭീകര തിരക്കാണ്. ഇത്രയും തിരക്കുള്ള പരിപാടി എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, വാർത്തകളിലൊക്കെ അവിടെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്, ഉത്സവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വീഡിയോ കണ്ടിട്ടൊന്നുമല്ലാതെ ആ സെയിം സ്പോട്ടിൽ ഇറങ്ങിയിട്ടൊരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ കാവശ്ശേരി ഉത്സവം എന്ന് പറയുന്നത് തന്നെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഓരോ ദേശങ്ങളുടെയും പ്രതിനിധികളായിട്ട്. പിന്നെ കാഴ്ചകൾ ഒരുപാടുണ്ടായും കാണാൻ. ഈ പകലുള്ള ഈ വെയിലത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലവും പാലക്കാട് തന്നെയാണ്. ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരും അവരുടെ ആ ഒരു ഉത്സവത്തിനോടുള്ള ഒരു ഇഷ്ടം അതത്രയും നമുക്ക് പറഞ്ഞേ പറ്റൂ. കാരണം ആ ചൂടിൽ അവിടെ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ചൂട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും വെള്ളം അന്ന് കുടിച്ചിട്ടുണ്ട്. വെള്ളത്തിന് ഞാൻ വെള്ളത്തിൻ്റെ എടുത്ത് പറയണം. കാരണം നമ്മുടെ നാട്ടിലെ കോഴിക്കോട് എൻ്റെ നാട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ ടേസ്റ്റും അവിടേക്കുള്ള വെള്ളത്തിൻ്റെ ടേസ്റ്റും രണ്ടും തന്നെയാണ്. എന്നപ്പോൾ വെള്ളം കുടിക്കുന്നവരെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതാണ്. പിന്നെ അവിടുത്തെ കാഴ്ചകൾ അപാരമാണ്, നല്ല ഭംഗിയാണ്. മൊത്തത്തിൽ ഇങ്ങനെ നീണ്ട് പരന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ രാത്രിയാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം രാത്രിയാകുമ്പോൾ ഇവിടുത്തെ വ്യൂ മൊത്തത്തിൽ മാറുമെന്ന് ഓൾറെഡി നന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദർശൻ ഞങ്ങൾ 2 പേരുടെ കാവശ്ശേരിക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത്. പക്ഷേ ആദർശന് പിന്നെയും ഉത്സവങ്ങൾ കണ്ട് പരിചയമുണ്ട്. നെന്മാറയൊക്കെ അവൻ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ നെന്മാറ പോയിട്ടില്ല, ആദ്യമായിട്ടാണ്. പിന്നെ ഈ യാത്രയിൽ അവിടെയുള്ള നാട്ടുകാരെ പറ്റി പറയണം. ഭയങ്കര സഹകരണമുള്ള നാട്ടുകാരാണ്. വെള്ളം എല്ലാ സ്ഥലത്തും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചൂടിൽ അവർ ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ സംഭാര വിതരണം ഉണ്ടായിരുന്നു. 1-2 സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്തുണ്ട്. ഞാൻ കണ്ടത് 1-2 സ്ഥലത്ത് മാത്രമാണ്. വേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടത് എന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാഴ്ചകൾ എത്തിയ സ്ഥലങ്ങളിൽ. കാരണം അത്രയും തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ഉണ്ണിപ്പരിപ്പ് കൂട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ മെഡിക്കറ്റിന് വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. 1 മണിക്കല്ലേ പൊട്ട്,
1 മണി വരെ. സമയം 11:55. ഇനി 11 മണിക്ക് പൊട്ട്. വെയിറ്റിംഗ്. 1 മണിക്ക് 11 മണിക്ക് കിടന്നിട്ട് പിന്നെ ഞങ്ങൾ എണീക്കുന്നത് ഒരു 12:30-12:45 ആയപ്പോഴാണ്. അപ്പോൾ ആദർശിൻ്റെ അനിയൻ നന്ദുട്ടൻ നേരെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങിയിട്ട് തന്നു. അവിടെ കൂടുതലും ഫുഡ് 100 രൂപേൻ്റെ ബിരിയാണി അങ്ങനെയൊക്കെയാണ് ഫുഡുകളുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടി ഞങ്ങൾ നേരെ ഇവൻ പോയി കഴിഞ്ഞാൽ ബിരിയാണി വാങ്ങിക്കൊണ്ട് തന്നു. ബിരിയാണി കഴിച്ച് ഒരു 1 മണി 1:30 ആയപ്പോൾ ഏകദേശം സമയമായപ്പോൾ പിന്നെ പൊട്ട് തുടങ്ങാനായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി നടക്കാമെന്ന് പറയുന്ന നേരം അത്ര ആവേശമാണ് അവിടെ ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഒന്നും പൊട്ട് തുടങ്ങിയിട്ടില്ല. ഞങ്ങളൊരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് പൊട്ട് തുടങ്ങിയത്. പൊട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വെടിക്കെട്ടും ഇങ്ങനെ പരിപാടികളും ഞാൻ കാണുന്നത്. ചെവി പൊത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവി പൊട്ടിപ്പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ കേട്ടത്, പിന്നെ ഞാൻ നല്ല ചെവി പൊത്തുകയാണ് ചെയ്തത്. കാരണം അത്രയും ഭീകര സൗണ്ട്. ഞാൻ ഒരു പൊട്ട് കഴിഞ്ഞാൽ അടുത്ത പൊട്ട് കാണാൻ പോവുകയാണ്. ഇത്രയും ജനങ്ങളെയും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ഈ ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു ഉത്സവത്തിൻ്റെ പൂരത്തിൻ്റെ ആവേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇങ്ങനെയുള്ളൊരു ആവേശം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം എനിക്ക് ഈ കണ്ടതെല്ലാം പുതിയതാണ്. എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം പുതിയ ഫീലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ പൊട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ദേശത്തിൻ്റെ പേരെല്ലാം ആദർശ് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ പേരും കാര്യങ്ങളൊക്കെ എന്നോട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ലാത്ത പൊട്ടാണ്. അപ്പോൾ കാരണം ഇതെല്ലാം ഒരു പുതിയ ഫീലായിരുന്നു കണ്ടത്. വീഡിയോയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഇൻസ്റ്റ സ്റ്റോറികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പൊട്ട് നേരിട്ട് കാണുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. ഒരിക്കലും ഒരു വീഡിയോയിലൂടെ ഒരാൾക്കും ഈ ഫീല് പറഞ്ഞ് മനസ്സിലാക്കാനോ കണ്ടാലോ മനസ്സിലാവില്ല. ഈ സാധനം തന്നെ ഓൾറെഡി ആദർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതവിടെ പോയി കാണണം ഒരു ഫീല്. ആ ഒരു ഫീല് ഒരിക്കലും നമ്മൾ മൊബൈലിലൂടെ കണ്ടാൽ കിട്ടില്ല. പിന്നത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലൈഫിൽ നമ്മൾ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണിത്. പിന്നെ ഏഷ്യയിലെ തന്നെ വലിയൊരു വെടിക്കെട്ടും കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് ആദർശ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പൂരങ്ങളൊക്കെ കണ്ടെടുക്കുമ്പോൾ തന്നെ പൂരത്തിനെ കുറിച്ചും വെടിക്കെട്ടിനെ കുറിച്ചൊക്കെ എന്നോട് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടൊക്കെയാണ് ഏട്ടനും അനിയനും, അതായത് ആദർശും നന്ദു. പിന്നെ ഈ കാണുന്നത് 3ാമത്തെ പൊട്ടാണ്. ഈ പൊട്ട് കുറച്ചും കൂടി പവർ കൂടിയ പൊട്ടായിരുന്നു. ഞങ്ങൾ ലേശം കൂടി അടുത്തായിരുന്നു. ഞങ്ങൾ 3 പൊട്ട് നടന്നതും ഞങ്ങൾ അടുത്തു നിന്ന് തന്നെയാണ് കണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭീകരമായിട്ടുള്ള പൊട്ടാണ് ഇവിടെ നടന്നത്. ഇവിടുന്ന് അത്യാവശ്യം ചെവി പൊത്തിയിട്ടാണ് നടന്നത്. വീഡിയോ എടുത്തിട്ട് ഏകദേശം ഈ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നമ്മൾ ചെവി പൊത്തി പോകുന്നുണ്ട്. പിന്നെ കാവശ്ശേരി ദേശം എന്നുള്ളതാണ് ഇപ്പോൾ ആ കുട വിരിഞ്ഞിട്ട് കൊടീൻ്റെ മുകളിൽ എയ്ത്തിൻ്റെ മുകളിൽ കാണിക്കുന്നത്. പക്ഷെ അത്രയും സൂമിങ്ങിൽ കാണിക്കാൻ നമ്മുടെ ക്യാമറ എത്താത്തത് കൊണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ കാണാത്തത്. പിന്നെ ഞങ്ങൾ അതെല്ലാം കണ്ട് തിരിച്ച് കയറി വരുന്നേരം കാവശ്ശേരി പിന്നെ ALP സ്കൂൾ 1893 സ്ഥാപിതമായിട്ടുള്ള സ്കൂളാണത്. അതായത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യദിനത്തിന് മുന്നേ 947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൻ്റെയൊക്കെ മുന്നേ ഉള്ള കാഴ്ചകളാണ് അവിടെ കണ്ടത്. പിന്നെ നമ്മൾ കടന്നു വരുന്ന വഴിക്ക് ഒരു അഗ്രഹാരം പോലുള്ള സ്ഥലവും കണ്ടിരുന്നു, മോഡലുള്ള സ്ഥലം കണ്ടിരുന്നു. അവിടെയും തന്നെയാണ് പഴമ നിലനിർത്തിയ അഗ്രഹാരത്തിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല. പിന്നെ അവിടെ നേരെ തിരിച്ചു കയറി പിന്നെ മുന്നോട്ട് നടന്നു വരുമ്പോൾ ആനയെ നെറ്റിപ്പട്ടം കെട്ടി ഇറക്കുന്ന പരിപാടികളും കണ്ട്. പിന്നെ ഈ ലൈറ്റ് വർക്കിൻ്റെ ഫ്രണ്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു, വീഡിയോ എടുത്തില്ലായിരുന്നു, ബാക്ക് സൈഡ് വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആൾക്കാർ നന്നായിട്ട് കഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണത്. അപ്പോൾ രാത്രിയാകുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, കുറച്ച് കാര്യത്തിൻ്റെ മുൻഭാഗം മാത്രമേ നമ്മൾ കാണൂ, പുറകോട്ടുള്ള ഒന്നും നമ്മൾ കാണില്ല. എല്ലാത്തിനും പുറകിൽ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് പുഴ, പാലത്തിന് നേരെ ചുവട്ടുള്ള പുഴയിൽ നിന്നാണ് നമ്മൾ കുളിച്ചത്. ഇപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്, കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കാവശ്ശേരി വന്ന് പകൽപൂരത്തിനുണ്ടായിരുന്ന 3 പൊട്ടുകളും കണ്ടു കഴിഞ്ഞ് ഇനി രാത്രി 7 മണിക്കുള്ള പൊട്ട് കണ്ടിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ പൊളിച്ചൊരു പൊട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ കാണാൻ നിൽക്കുന്നില്ല, അതിന് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ എന്തായാലും
ആ പുട്ടിൻ്റെ വീഡിയോ കൂടി നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അനന്തും ആദർശമാണ്, അവർ രണ്ടുപേരും ഏട്ടനും അനിയനുമാണ്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പോവാ അങ്ങനെ അവിടെ നിന്ന് ഒരു കുളിയും പാസ്സാക്കി കഴിഞ്ഞിട്ട് നേരെ വൈകുന്നേരത്തുള്ളൊരു സൂര്യൻ്റെയും പാലത്തിൻ്റെയും കാഴ്ചകൾ കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് ആൾക്കാരെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നേരെ വൈകുന്നേരത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നേരെ വീണ്ടും അമ്പലത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അങ്ങനെ പോയി നോക്കുന്ന നേരം നമ്മൾ പകൽ കണ്ട ആ വലിയ കവാടത്തിൻ്റെ വ്യൂവും എല്ലാം ഭയങ്കര തന്നെയായിരുന്നു. ആദർശ് പറഞ്ഞ പോലെ തന്നെ നന്ദുട്ടൻ പറഞ്ഞ പോലെ തന്നെ രാത്രിത്തെ വ്യൂ അത് വേറൊരു ഫീലായിരുന്നു. കാരണം രാത്രി പൊട്ട് തുടങ്ങാനാകുമ്പോഴേക്കും പിന്നെ നാട്ടുകാരെല്ലാവരും അവിടെ നിറഞ്ഞ് ഫുൾ മൊബൈലാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു തലക്കുന്ന എവിടുന്നോ ആണത് പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പൊട്ട് തുടങ്ങിയതുപോലെയല്ല തീരാൻ നേരത്തുണ്ടായിരുന്നത്. പൊട്ട് ഭീകരമായിരുന്നു. പകൽ നടന്ന പൊട്ടിനെക്കാട്ടിയും കുറച്ചൊരു പോയിൻ്റ് അല്ല 2 മടങ്ങ് അധികം തന്നെയായിരുന്നു രാത്രിയുടെ പൊട്ടി. ഭയങ്കര പൊട്ടനാണ് നടന്നത്. അതിനിടെ നാലുമൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രോൺ അതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് അതായത് ഇന്ന് വീട്ടിലേക്ക് വന്ന് ആദർശ് എനിക്ക് ആ ഒരു വാർത്ത കാണിച്ചു തന്ന് അതിനിടെ കൂടെ കുറേ ആംബുലൻസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങളവിടെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഒരു ഡ്രോൺ ഏതോ ഒരു യൂട്യൂബറുടെ ഡ്രോണ് കറക്റ്റ് ആ വെടിക്കെട്ടിനിടെ കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനമായിട്ട് വീണ്ടും നമ്മൾ കയറി വന്ന കവാടം ലൈറ്റോട് കൂടി ഒന്നുകൂടെ കണ്ട് നമ്മൾ തിരിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് നടന്നിട്ട് ആലത്തൂർ വരെ നടന്നിട്ടുണ്ടായിരുന്നു. പോണ പോക്കിൽ നമ്മൾ KSRTC ബസ് കിട്ടി. അതിൽ കയറി 3 ആളും കൂടി തിരിച്ച് നേരെ പാലക്കാട് വന്നിറങ്ങി. ഒരു ബസ്സിൽ തന്നെയാണ് കയറിയത്. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിലേക്ക് ഞങ്ങൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പാറിപ്പറക്കുന്ന നമ്മുടെ ഇന്ത്യൻ്റെ കൊടിയും കണ്ട് പതാകയും കണ്ട് റോഡിലൂടെ നടന്ന് ആദർശ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ തിരിച്ച് നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നത്. കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ എടുത്തത്. കാരണം അത്രയും തിരക്കായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. നമ്മൾ എല്ലാം കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന 2 എണ്ണം ഒന്ന്